സ്പീഡിൽ നട പെൺപിള്ളേ. ഹലോ. അങ്ങനെ ഞങ്ങൾ ATM ന്ന് ക്യാഷൊക്കെ എടുത്തിട്ട് ആദ്യം പോയത് നമ്മുടെ സ്വന്തം ബിഗ് ബസാറിലോട്ടാണ് കേട്ടോ. എന്നെ എസ്കലേറ്ററിൽ കയറാൻ പഠിപ്പിച്ചത് ഈ ബിഗ് ബസാറാണ്. ഇപ്പം അംബാനി മാമൻ്റെ കയ്യിലായപ്പോഴത്തേക്ക് പേരൊക്കെ മാറ്റി സ്മാർട്ട് ബസാർ എന്നാക്കി. മാളുകളൊക്കെ വന്നിട്ടും പുള്ളി ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. നാഗവല്ലി ആഭരണം കണ്ടതുപോലെ ഞാൻ കയറി ചെന്നുടനെ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ നോക്കി, പ്രൈസ് ടാഗൊക്കെ നോക്കി. വെറുതെ ഒന്നും വാങ്ങാനൊന്നും അല്ല അങ്ങോട്ട് കയറിയത്. ചൂടെ അങ്ങോട്ടും കറങ്ങി ഇങ്ങോട്ടും കറങ്ങിയൊക്കെ നിന്ന്. നമ്മൾ പെൺകുട്ടികൾക്ക് എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും കുറച്ച് സമയമെങ്കിലും ഇപ്പോൾ കുട്ടി ഉണ്ടായാൽ തന്നെ കുറച്ച് കാലം അതിനെ നോക്കി വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. വീക്കെൻഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീക്കിലോട്ട് ഒരു മൂവിങ് ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലൂപ്പിൽ പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഇമോഷൻസ് പുറത്ത് കാണിക്കുമ്പോഴത്തേക്ക് കൂടെ ഉള്ളവർക്ക് തോന്നും അതൊക്കെ വെറും ഒരു ഷോയാണെന്ന്. അപ്പം നമ്മൾ തന്നെ ഇതേപോലെ ഒന്ന് പുറത്തോട്ടൊക്കെ ചുമ്മാ പോകണം. ഇപ്പോൾ ഫ്രണ്ട്സ് തന്നെ ഉണ്ടെങ്കിലേ വൈബാകൂ എന്നൊന്നുമില്ല. എനിക്ക് ഫ്രണ്ട്സിനെ പോലെയുള്ള 2 അനിയന്മാരുണ്ട്. ഞാൻ അവന്മാരുടെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 3 പേർക്കും കൂടി 10 രൂപയുടെ ഒരു കോൺ കപ്പലണ്ടിയും വാങ്ങിച്ചിട്ട് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി. പണ്ട് വന്നിട്ടുള്ളപ്പോഴത്തേക്ക് ഈ മ്യൂസിയത്തിനകത്തൊക്കെ കയറിയിട്ടുണ്ട്. പഴയ രാജാക്കന്മാരുടെ വാള്, പാത്രം, അങ്ങനെ കുറേ ഹിസ്റ്റോറിക്കൽ ഐറ്റംസാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇപ്പോൾ കയറാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് കയറിയില്ല. അങ്ങനെ പുറത്തൊക്കെ കറങ്ങി ചുറ്റി അവിടെ ഉണ്ടായിരുന്ന ബൊഗെയിൻവില്ല പൂക്കളൊക്കെ കണ്ട്. എന്തോരം വെറൈറ്റി കളർ അവിടെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, പുറകിൽ നിൽക്കുന്ന പൂവിൻ്റെ പേരറിയത്തില്ല, അതും പല കളറിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് പിന്നെ പോയത് എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ അവിടെ തന്നെ കയറിയിട്ട് 3 സ്ട്രോബെറി ഷേക്കും കട്ട്ലറ്റും പറഞ്ഞു കൊണ്ട് വന്നപ്പോൾ തന്നെ എൻ്റെ സ്ട്രോ തറയിൽ പോയി. പിന്നെ അതിനെ മാറ്റിയെടുത്ത് ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് സമയം നോക്കിയപ്പോഴാണ് 6:30 പിന്നെ വീട്ടിൽ പോകാനുള്ളൊരു വെല്ലുവിളിയായി. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ടും പോയി. ടാറ്റാ. ഇനി അടുത്ത ആഴ്ച ഇറങ്ങിയെന്ന് പറയാം.